കേരള സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു. അതായത് മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അതിന് പറ്റിയ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെച്ചതാണ്. പക്ഷെ അതിനെതിരെ ആരോ കോടതിയിൽ പോയി ബിച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് ആ കമ്മീഷൻ അതിന് സാധുതയില്ലെന്ന് പ്രഖ്യാപിച്ചു. സർക്കാർ അപ്പൊ അപ്പീലിൽ പോയി. അപ്പൊ അപ്പീലില് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ആ കമ്മീഷൻ തുടർന്ന് പ്രവർത്തിക്കാം, അതിന് നിയമ തടസ്സമില്ല എന്നുള്ളതാണ്. ചേട്ടാ, ഇതൊരു കൺഫ്യൂഷനായി. കാരണം ഇപ്പൊ തന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, അതാണ് ഇന്ത്യയിലെ ഇനിയത്തെ നിയമം. അത് പാസ്സായി കഴിഞ്ഞു, പ്രസിഡന്റ് അനുമതി കിട്ടിയ നിയമമായി കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ അഥവാ ആ നിയമപ്രകാരം, ഞാൻ നേരത്തെ പറഞ്ഞ 2ാം വകുപ്പിന്റെ പ്രൊവൈസോ പ്രകാരം മുൻപത്തെ ആളുകൾക്ക് ഭൂമിയിന്മേൽ, അവരനുഭവിക്കുന്ന ഭൂമിയിന്മേൽ, കൈവശം വയ്ക്കുന്ന ഭൂമിയിന്മേൽ എല്ലാ റവന്യൂ അവകാശങ്ങളും സിദ്ധിക്കും എങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കമ്മീഷന്റെ ആവശ്യം? വെറുതെ സർക്കാരിന്റെ കുറെ കാശ് കളയാം, പണം ചെലവാക്കാമെന്നല്ലാതെ എന്താണ് ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം? ബില്ല് നിയമമായല്ലോ, ഇനി അതനുസരിച്ചാണല്ലോ കാര്യങ്ങൾ പോകേണ്ടത്. അതിനപ്പുറത്തിന് ഈ കമ്മീഷൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും, എന്ത് ശുപാർശകൾ നൽകിയാലും എന്താണ് പ്രയോജനം?